ഇംഗ്ലണ്ടിന് എതിരായ രണ്ടാം T20യിലും ഇന്ത്യക്ക് തകർപ്പൻ വിജയം. ഇന്ന് ഇംഗ്ലണ്ട് ഉയർത്തിയ 166 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ അവസാന ഓവറിലാണ് ജയിച്ചത്. 4 പന്ത് ശേഷിക്കെ 2 വിക്കറ്റിനായിരുന്നു ഇന്ത്യൻ ജയം. തിലക് വർമ്മയുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യക്ക് ജയം നൽകിയത്. ഇന്ത്യയുടെ ചേസ് അത്ര എളുപ്പമായിരുന്നില്ല. തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് ഓപ്പണർമാരെ നഷ്ടമായി. 12 റൺസ് എടുത്ത അഭിഷേകിനെ മാർക്ക് വുഡും 5 റൺസ് എടുത്ത സഞ്ജു സാംസണെ ആർച്ചറും പുറത്താക്കി. റൺസ് ഉയർത്താൻ ശ്രമിച്ച ക്യാപ്റ്റൻ സൂര്യകുമാർ 12 റൺസുമായി കളം വിട്ടു. തിലക് വർമ്മ ആക്രമിച്ചു കളിച്ചത് ഇന്ത്യയുടെ റൺ റേറ്റ് ചേസിന് ഒത്തുയർത്താൻ സഹായിച്ചു. പക്ഷേ മറുവശത്ത് വിക്കറ്റ് പോകുന്നത് തുടർന്നു. 7 റൺസ് എടുത്ത് ഹാർദിക് പുറത്തുപോയി. വാഷിംഗ്ടൺ സുന്ദർ 19 പന്തിൽ 26 റൺസ് എടുത്ത് മികച്ച സംഭാവന നൽകി. വാഷിംഗ്ടണും അക്സറും പോയതോടെ തിലകിന് ഒപ്പം വാലറ്റും മാത്രമായി. അവസാന 5 ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ 40 റൺസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. ബാക്കിയുള്ള 3 വിക്കറ്റും. ആർച്ചർ എറിഞ്ഞ 16 ഓവറിൽ 19 റൺസ് വന്നു. ഇതോടെ ഇന്ത്യക്ക് 4 ഓവറിൽ 21 റൺസ് മതി എന്നായി. തിലക് വർമ്മ 55 പന്തിൽ നിന്ന് 72 റൺസ് ആണ് എടുത്തത്. 5 സിക്സും 3 ഫോറും തിലക് അടിച്ചു. ആദിൽ റഷീദ് എറിഞ്ഞ 17 ഓവറിൽ 1 റൺ മാത്രമാണ് ഇന്ത്യ നേടിയത്. അർഷദീപിന്റെ വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു. ഇതോടെ 3 ഓവറിൽ ജയിക്കാൻ 20 റൺസ് എന്നായി. അടുത്ത ഓവറിൽ 7 റൺസ്. 2 ഓവറിൽ ജയിക്കാൻ 13 റൺസ്. ലിവിങ്സ്റ്റൺസ് ചെയ്ത 19 ഓവറിൽ ആദ്യ 4 പന്തിൽ വന്നത് 3 റൺസ് മാത്രം. 4-ാം പന്തിൽ രവി ബിഷ്ണോയിയുടെ 4 കളി 7 പന്തിൽ നിന്ന് 6 എന്ന നിലയിലേക്ക് ആക്കി. അടുത്ത പന്തിൽ റൺ വന്നില്ല. അവസാന ഓവറിൽ ജയിക്കാൻ 6 റൺസ്. ഓവർട്ടൺ എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്തിൽ തിലക് വർമ്മ 2 റൺസ് എടുത്തു. വേണ്ട റൺസ് 4 ആയി കുറഞ്ഞു. 2-ാം പന്തിൽ 4 അടിച്ച് തിലക് വർമ്മ ജയം ഉറപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസാണ് എടുത്തത്. 45 റൺസ് എടുത്ത ബട്ട്ലർ ഇന്നും ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ ആയി. ഇന്ത്യക്ക് വേണ്ടി അക്സറും വരുണും 2 വിക്കറ്റ് വീഴ്ത്തി. ബാക്കി ഉള്ളവർ ഓരോ വിക്കറ്റും നേടി. 3-ാം T20 ചൊവ്വാഴ്ച രാജ്കോട്ടിൽ നടക്കും.